എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കിയ സംവിധാനമാണത്. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന സ്വഹാബി ആ കൂട്ടത്തിലുള്ള ആളുകളാണ്. ഭൗതികതയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല. ഈ സ്വഹാബിയുടെ സന്നിധിയിൽ വെച്ച് അവരുടെ ഉല്ലാസ ദിവസമായ ആഘോഷ ദിവസമായ ഉറൂസിന്റെ ദിവസത്തിൽ നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാ. ആരെയാണ് നമ്മൾ ദുആക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്? ആരുടെ കൈയാണ് നമുക്ക് വേണ്ടി റബ്ബിലേക്ക് പൊങ്ങാൻ പോകുന്നത്? ഇതേ അബൂദർദാഇന്റെ വഴിയിൽ, ഇതേ സ്വഹാബത്തിന്റെ വഴിയിൽ ജീവിതത്തിൽ സുഹൃദ് തന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയ ആരായ മനുഷ്യൻ ഇരുത്തി പറയേണ്ടതില്ല. ഇരുത്തി പറഞ്ഞത് കൊണ്ടൊരു കുഴപ്പവുമില്ല. എന്തുകൊണ്ട്? അവർക്കറിയാം അവരെന്താണെന്ന്. അവരെ മനസ്സിൽ അവരെ കുറിച്ചൊരു ധാരണയുണ്ട്. ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി, ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എന്താണെന്ന ബോധ്യമുള്ളവർക്ക് അത് വിഷയമല്ല. മാത്രമല്ല, ഇത് റബ്ബിന്റെ മൗഹിബത്താ. റബ്ബിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാ ചില ആളുകളെ. കാലാകാലങ്ങളിൽ പടച്ച റബ്ബ് അങ്ങനെ ചില ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. എന്ന പോലെ റബ്ബ് തെരഞ്ഞെടുക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പാട്. അതിലാർക്കും അസൂയുണ്ടായിട്ട് കാര്യമില്ല, അഹങ്കാരത്തിന്റെ ആവശ്യമില്ല. റബ്ബ് തആല വലിയ തൗഫീഖ് കൊടുത്ത മഹാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഇവിടെ നിന്ന് പലപ്പോഴും പല മഹാന്മാരെയും കഥ പറഞ്ഞ് കേൾക്കാറില്ലേ? ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് തങ്ങളും ഒരിക്കൽ ഇവിടെ വന്നിട്ട് പലപ്പോഴും ഇവിടെ വരാറുണ്ട്. ചെരുപ്പിടാതെയാണ് ഈ കുന്നിലൂടെ നടക്കാറുള്ളത് എന്ന് അനുഭവസ്ഥർ പറയാറില്ലേ? ഇവിടെ കിടക്കുന്ന മഹാന്മാർ ശംസുൽ ഉലമയോട് പല കാര്യം പറഞ്ഞത് അവിടുന്ന് പറയാറില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അത് മഹാനര വഫാത്തിന് ശേഷമല്ലേ നമ്മൾ അറിയുന്നത്. അല്ലാഹു തആല അതേപോലെ ഒരുപാട് ഫദ്ല് കൊടുത്ത മഹാനാണ് നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. ജീവിതകാലം മുഴുവൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച ഒരു മഹാൻ, വന്യരായ ശൈഖുൽ ഉമർ ഉസ്താദ്. ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. സുഖതാണ് അവിടുത്തെ ജീവിതത്തിന്റെ മുഖമുദ്ര. കിട്ടിയതിനേക്കാൾ കൊടുക്കണമെന്ന് സാധുക്കളായ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച മഹാൻ. പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, കുട്ടികളെ, നിങ്ങൾ കിട്ടുന്നത് വാങ്ങിവെക്കാൻ പഠിച്ചാൽ പോരാ, കൊടുക്കണം. വിശുദ്ധമായ റമദാനില്, അല്ലാഹുവിന്റെ വിശുദ്ധമായ റമദാനില് നിങ്ങൾ ഉസ്താദുമാർക്ക് ഹദിയകൾ കൊടുക്കുമല്ലോ. എന്നാൽ എന്റെ അവസ്ഥ എന്താണെന്നറിയോ? കിട്ടി റമദാൻ എനിക്ക് എത്രയാണോ ആളുകൾ തരുന്നത്, അതിനേക്കാൾ ഏറെ ഞാൻ കൊടുക്കാറാണ് പതിവെന്ന് അത് നിങ്ങൾ പഠിക്കണമെന്ന് സാധുക്കളായി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു മഹാൻ. ദുനിയാവുണ്ടാക്കാൻ മോഹമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് ചർച്ചയില്ല. തന്റെ വീട് നിർമ്മിച്ചപ്പോ, വീട് നിർമ്മാണം പൂർത്തിയായപ്പോ അവർക്ക് തോന്നുക വീട് അല്പം വലിപ്പം കൂടിപ്പോയെന്ന്. വലിപ്പൊന്നും കൂടിയിട്ടില്ല. ഇഷ്ടംപോലെ ആ സൗകര്യം ആവശ്യമുള്ള വീടാ, പക്ഷെ വീട് വലിപ്പം കൂടിയിട്ടില്ല. എന്നാൽ അവർക്ക് തോന്നുക വീട് വലിപ്പം കൂടിപ്പോയെന്ന്. അപ്പോഴാണ് അവര് പറയുന്നത്, പിന്നീടാ പറയുന്നത്, എന്റെ വീട് നിർമ്മാണത്തിന് എത്ര പണം ചെലവായോ അത്രയും പണം ഞാൻ പാവങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്തപ്പോഴാണ് എന്റെ മനസ്സിന് സമാധാനം കിട്ടിയത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്ന മനുഷ്യൻ. അല്ലാഹുവേ, അത്തരം ആളുകളെയാണ് നമുക്ക് ഇന്ന് ലോകത്ത് തിരഞ്ഞാൽ കിട്ടാത്തത്. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ.